ഇന്നലെ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിന്റെ സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. പടമല അൽഫോൻസ പള്ളിയിലാണ് സംസ്കാരം. അരുൺ പാറയ്ക്കൽ ഏറ്റവും പുതിയ വിവരങ്ങളുമായി. അരുൺ, ഏറ്റവും പുതിയ വിവരങ്ങൾ. ഇന്നലെ രാവിലെയാണ് ദാരുണമായ സംഭവം ഉണ്ടായത്. വേലൂർ മഖ്നയുടെ ചവിട്ടേറ്റ് ആക്രമണത്തിലാണ് അജീഷ് കൊല്ലപ്പെട്ടത്. 47 വയസ്സുള്ള ആളായിരുന്നു. അദ്ദേഹം മതിൽ ചാടിക്കടന്ന് ആനയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തിയെങ്കിലും മതിൽ തകർത്തുകൊണ്ട് ആന ഇദ്ദേഹത്തെ ആക്രമിക്കുകയായിരുന്നു. ഇപ്പോൾ അജീഷിന്റെ സംസ്കാര ചടങ്ങാണ് നടക്കുന്നത്. പടമല അൽഫോൻസ പള്ളിയിൽ സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. നേരത്തെ വസതിയിൽ മതപരമായ ചടങ്ങുകൾ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് പള്ളിയിലേക്ക് മൃതദേഹം എത്തിച്ചത്. ഇപ്പോൾ പടമല അൽഫോൻസ പള്ളിയിൽ സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുന്നു. അരുൺ, കേൾക്കാമെങ്കിൽ ഏറ്റവും പുതിയ വിവരങ്ങൾ. ഈ ചടങ്ങുകൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. നേരത്തെ 3 മണിയോടുകൂടി വീട്ടിലെ ചടങ്ങുകൾ കഴിഞ്ഞിരുന്നു. അതിനുശേഷം 3:30യോടുകൂടി വീട്ടിൽ നിന്ന് വീടിന് തൊട്ടടുത്തുള്ള സെന്റ് അൽഫോൻസ പള്ളിയിലേക്ക് അജീഷിന്റെ മൃതദേഹവുമായി വിലാപയാത്ര പുറപ്പെട്ടു. വിലാപയാത്ര 4 മണിയോടുകൂടി പള്ളിയിലെത്തി. ഇപ്പോൾ നിലവിൽ പള്ളിയിലെ ചടങ്ങുകൾ, മതപരമായ ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പള്ളിയിലെ തൊട്ടടുത്താണ് സെമിത്തേരി, ഇടതുവശത്താണ് സെമിത്തേരി ഉള്ളത്. അവിടെ കുടുംബ കല്ലറയിലാണ് സംസ്കാരം നിശ്ചയിച്ചിരിക്കുന്നത്. സീറോ മലബാർ സഭ ആർച്ച് ബിഷപ്പിന്റെ സന്ദേശം അല്പസമയം മുമ്പ് ചടങ്ങുകളുടെ ഭാഗമായി വായിച്ചിരുന്നു. മലയോര മേഖലയിലെ ജനങ്ങൾക്ക് സുരക്ഷ ഉറപ്പുവരുത്താൻ സർക്കാർ ജാഗ്രതയോടെ ഇടപെടണമെന്ന് ആർച്ച് ബിഷപ്പിന്റെ സന്ദേശത്തിൽ പറയുന്നുണ്ട്. അതായത് രൂക്ഷമായ വിമർശനം ഈ ചടങ്ങുകളിൽ നിന്നും ഈ പൊതുദർശന അതുപോലെ തന്നെ സംസ്കാര ചടങ്ങുകൾ ഉൾപ്പെടെ സഭയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നു എന്നുള്ളതാണ്. മാനന്തവാടി ബിഷപ്പും സർക്കാരിനെ വിശദമായി വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തുന്ന ഒരു സാഹചര്യമുണ്ട്. സർക്കാർ ഉത്തരവാദിത്തം സത്യസന്ധമായി നടപ്പിലാക്കണം. നികുതി വാങ്ങി മൃഗങ്ങളുടെ കാര്യം മാത്രം നോക്കുന്ന സംരക്ഷകരാകുന്നതിൽ ചില അപാകതകൾ കാണുന്നുവെന്നാണ് മാനന്തവാടി രൂപത സർക്കാരിനെ വിമർശിച്ചിരിക്കുന്നത്. മാത്രമല്ല, ആരും വന്യമൃഗങ്ങൾക്ക് എതിരല്ല, പക്ഷേ എന്തുകൊണ്ട് കാടുകളിൽ ഓടിച്ചിങ് നടക്കുന്നില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ രൂപത ചോദിക്കുന്നുണ്ട്. ഭരണാധികാരികൾ ഉത്തരവാദിത്തം സത്യസന്ധത്തോടെ നിർവഹിക്കുന്നു എന്നത് ജനങ്ങൾക്ക് ബോധ്യപ്പെടണം. അതില്ല എന്നതിന്റെ തെളിവാണ് ഇപ്പോൾ അജീഷിന്റെ ഒരു വിയോഗം വരുത്തിയിരിക്കുന്നത് എന്നതാണ്. അപ്പോൾ സഭയും രൂപതയും ഒക്കെ ഒരുപോലെ പറയുന്നത്. എന്തായാലും ചടങ്ങുകൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. 5 മണിയോടുകൂടി തൊട്ടടുത്ത സെമിത്തേരിയിൽ, അതായത് സെന്റ് അൽഫോൻസ പള്ളിയിലെ സെമിത്തേരിയിൽ കുടുംബ കല്ലറയിൽ അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുമെന്നില്ല. അരുൺ, ഇദ്ദേഹത്തെക്കുറിച്ച് നാട്ടുകാരൊക്കെ ഇന്നലെ പറയുന്നുണ്ടായിരുന്നു, നല്ലത് മാത്രം ചെയ്തുകൊണ്ടിരുന്ന, എല്ലാവർക്കും നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു ആളാണ് അജീഷ് എന്നൊക്കെയുള്ള, അവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല ഈ വിയോഗ വാർത്ത. എങ്ങനെയാണ് നാട് വിട ചൊല്ലിയത് അജീഷ്? രാവിലെ 9 മണിയോടുകൂടിയാണ് വീട്ടിലെ പൊതുദർശനം ആരംഭിച്ചത്. ആ സമയം മുതൽ തന്നെ നാടൊന്നാകെ ഇവിടേക്ക് ഒഴുകിയെത്തുന്ന ഒരു കാഴ്ചയായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. വികാര നിർഭരമായ ഒരു അവസ്ഥ. ഒരു കണ്ണീർ അദ്ദേഹത്തിന്റെ വസതിയും പടമലയിലെ അദ്ദേഹത്തിന്റെ വസതിയും പരിസരവും ഗ്രാമവും ഒക്കെ കണ്ണീർ കടലാകുന്ന ഒരു കാഴ്ചയായിരുന്നു. വയനാട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ ഒഴുകിയെത്തുന്ന ഒരു കാഴ്ച. ഈ പള്ളിയിലെ സന്ദർശകർ ഉൾപ്പെടെ പറയുന്നത് അജീഷ് ജനകീയനായിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇടവകയിലെ എല്ലാ കാര്യങ്ങൾക്കും മോടി നടന്ന് എല്ലാ കാര്യങ്ങൾക്കും മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരാളായിരുന്നു. അത്തരത്തിലുള്ള ഒരാളെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല, ഇങ്ങനെ അതായത് വന്യമൃഗശല്യം രൂക്ഷമാവുന്ന ഒരു സാഹചര്യത്തിൽ പോലും അതിന് മുന്നിൽ നിന്ന് പോരാടാനൊക്കെ തയ്യാറെടുത്തിരുന്ന ഒരാളായിരുന്നു അജീഷ്. അദ്ദേഹത്തിന്റെ വിയോഗം സഭയ്ക്കും തീരാ നഷ്ടമാണ് എന്നുൾപ്പെടെ, ഇടവയ്ക്കും തീരാ നഷ്ടമാണ് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ പള്ളിയിലെ സന്ദേശത്തിൽ ഉൾപ്പെടെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും നാടൊന്നാകെ ഒഴുകിയെത്തുന്ന ഈ സങ്കടക്കടലാകുന്ന ഒരു കാഴ്ചയായിരുന്നു രാവിലെ 9 മണി മുതൽ ഉണ്ടായത്. 3 മണിയോടുകൂടി വീട്ടിലെ പൊതുദർശനം അവസാനിച്ച് 3 മണിയോടുകൂടി വീട്ടിൽ മതപരമായ ചടങ്ങുകൾ ആരംഭിച്ചു. അതിനുശേഷം 3:30യോടുകൂടിയാണ് വിലാപയാത്രയായി പള്ളിയിലേക്ക്, തൊട്ടടുത്ത സെന്റ് അൽഫോൻസ പള്ളിയിലേക്ക് മൃതദേഹം എത്തിച്ചത്. ഇപ്പോൾ 20 മിനിറ്റ് നേരമായി പള്ളിയിൽ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ സംസ്കാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. മാനന്തവാടി ബിഷപ്പ് ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. മാനന്തവാടി ബിഷപ്പിന്റെ നേതൃത്വത്തിലാണ് ഈ സംസ്കാര ചടങ്ങുകൾ ഉൾപ്പെടെ നടക്കുന്നത്. അനുജ, ഇന്നലെ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിന്റെ സംസ്കാര ചടങ്ങ് പള്ളിയിൽ പുരോഗമിക്കുന്നു. പടമല അൽഫോൻസ പള്ളിയിലാണ് സംസ്കാരം. നാട് അജീഷിന് വിട നൽകുകയാണ്.